ഒരിക്കൽ കൂടി കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ മുമ്പിൽ കടന്നു വരുവാൻ ദാസന് ഒരവസരം കൊണ്ട് തന്ന എൻ്റെ യേശു കർത്താവിന് നന്ദി പറയുകയാണ്. വെളിപ്പാട് പുസ്തകം ഗ്രഹിപ്പാനും അതനുസരിക്കുവാനും കർത്താവിൻ്റെ വരവിൽ നിങ്ങൾ കാണുവാനും എളിദാസൻ പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുന്ന എല്ലാവരെയും എൻ്റെ യേശു കർത്താവ് അനുഗ്രഹിക്കും. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 1 മുതൽ 5 വരെ നമ്മൾ 4 വരെ കഴിഞ്ഞ എപ്പിസോഡിൽ കേൾക്കുകയും ഇന്ന് 5 മുതൽ 10 വരെ കേൾക്കുവാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 5 മുതൽ അവൾ സകല ജാതികളെയും ഇരുമ്പുകോൽ കൊണ്ട് മേയ്പ്പാനുള്ള ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. കുട്ടി ദൈവത്തിൻ്റെ അടുക്കിലേക്കും അവൻ്റെ സിംഹാസനത്തിലേക്കും പെട്ടെന്ന് എടുക്കപ്പെട്ടു. ഇവിടെ ആൺകുട്ടിയാകട്ടെ ഇരുമ്പുകോൽ കൊണ്ട് ജാതികളെ മേയ്പ്പാനിരിക്കുന്ന നമ്മുടെ കർത്താവിനെയാണ് കാണിക്കുന്നത്. എബ്രായർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 5-ാം വാക്യം, നീ എൻ്റെ പുത്രൻ, ഞാൻ ഇന്ന് നിന്നെ ജനിപ്പിച്ചിരിക്കുന്നുവെന്നും ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും എന്നും ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും അരുളി ചെയ്തിട്ടുണ്ടോ? ദൈവം ഒരിക്കലും ഒരു ദൂതനെ തൻ്റെ പുത്രനെന്ന് സംബോധന ചെയ്തിട്ടില്ല. ദൈവത്തിൻ്റെ വചനമാവുന്ന വേദപുസ്തകത്തിലൂടെ ദൈവം നമ്മോട് എപ്പോഴും സംസാരിക്കുന്നു. ദൈവത്തിന് ഒരു മകനേ ഉള്ളൂ, അത് യേശു ക്രിസ്തുവാണ്. യേശു ദൈവപുത്രനാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-2 വാക്യം, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു. യേശു ക്രിസ്തു ഒരു സാധാരണ മനുഷ്യനല്ല. അവൻ ദൈവത്തിൻ്റെ വചനമാണ്. ലോകത്തിൻ്റെ സൃഷ്ടിക്ക് മുമ്പേ അവൻ ദൈവത്തോട് കൂടെയായിരുന്നു. ലോകത്തിന് രൂപം കൊടുക്കുന്നതിന് മുമ്പേ ക്രിസ്തു ഉണ്ടായിരുന്നു. ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രൻ മാത്രമല്ല, അവൻ ദൈവം തന്നെയാണ്. ക്രിസ്തു മനുഷ്യരൂപത്തിൽ ജഡത്താൽ അവതരിച്ച ദൈവം തന്നെയാണ്. ക്രിസ്തു ദൈവത്തിൻ്റെ ശക്തമായ വചനമാണ്. ദൈവം പുത്രൻ മുഖാന്തരം മാണ് നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സങ്കീർത്തനം 2:9 വായിക്കുമ്പോൾ, ഇരുമ്പുകോൽ കൊണ്ട് നീ അവരെ തകർക്കും, അവൻ കുശവന്റെ പാത്രം പോലെ അവരെ ഉടയ്ക്കും. ദൈവത്തോട് മത്സരിച്ച ലോകജാതികൾ ദൈവപുത്രന്റെ കയ്യിലെ ഇരുമ്പ് വടികൊണ്ടുള്ള അടിയേറ്റ് തകരുന്നതായി സങ്കീർത്തനങ്ങളിലും രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. സർവ
ലോക അധികാരം ഇവിടെ പുത്രന് നൽകിയിരിക്കുന്നു. സർവഭൂമിയും അവന് കീഴടങ്ങി ഭൂതലത്തിൻ്റെ അറ്റത്തോളം അവൻ്റെ ഭരണം സ്ഥാപിക്കുമെന്ന് സങ്കീർത്തനക്കാരനെ കൂടി നമ്മളോട് സംസാരിക്കുന്നു. എല്ലാ മത്സരികളെയും കർത്താവ് കീഴ്പ്പെടുത്തി കൈകാര്യം ചെയ്യാനുള്ള അധികാരം ദൈവം പുത്രന് നൽകിയിരിക്കുന്നു. തന്നോട് എതിർക്കുന്നവരെ കുശവന്റെ പാത്രം പോലെ ഉടച്ചു കളയുമെന്ന് സങ്കീർത്തന പുസ്തകങ്ങളിലും എഴുതിയിരിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 2:27 വെളിപ്പാട് പുസ്തകം 2:27 ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും, അവൻ ഇരുമ്പുകോൽ കൊണ്ട് അവരെ മേയിക്കും, അവർ കുശവന്റെ പാത്രങ്ങൾ പോലെ നുറുങ്ങിപ്പോവും. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിലും സങ്കീർത്തനം 2:9 വെളിപ്പാട് പുസ്തകം 2:27 ഇതേ വചനം തന്നെ നമ്മൾ വായിച്ചു കേൾക്കുകയാണ്. ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും, അവൻ ഇരുമ്പുകോൽ കൊണ്ട് അവരെ മേയിക്കും, അവർ കുശവന്റെ പാത്രങ്ങൾ പോലെ നുറുങ്ങിപ്പോകും. ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി സത്യസന്ധതയോടും സ്ഥിരതയോടും കൂടെ ചെയ്തവർ ജയാളിയായ വിശ്വാസികളാണ്. ക്രൈസ്തവ ജീവിതത്തിൽ ദൈവത്തെ അനുസരിച്ച് സത്യസന്ധതയോടെ സ്ഥിരതയോടെ നിന്നവർക്കാണ് ജീവകിരീടം കർത്താവ് കൊടുക്കാമെന്ന് പറഞ്ഞത്. അവർ 1000 ആണ്ട് വാഴ്ചയിൽ കർത്താവിനോട് കൂടെ വാഴുമെന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അവർക്ക് ജാതികളുടെ മേൽ അധികാരം നൽകുകയും ഇരുമ്പുകോൽ കൊണ്ട് അവരെ മേയ്ക്കുകയും ചെയ്യുമെന്ന് വെളിപ്പാട് പുസ്തകം 2:27 കൂടി നമ്മൾ വായിച്ചു കേൾക്കുന്നു. എല്ലാ പാപങ്ങളും മത്സരങ്ങളും ക്രിസ്തു വാഴുമ്പോൾ മത്സരികൾ എവിടെ ഉയർന്നാലും അവിടെ അവരുടെ തലയെ എൻ്റെ യേശു കർത്താവിൻ്റെ വചനത്താൽ തകർത്തുകളി. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ ഇവിടെ സൂര്യധാരണിയായ ഒരു സ്ത്രീ പ്രസവിച്ചതിനെ പറ്റിയൊക്കെയും വായിച്ചു കേട്ടു. റോമർ 9:5 ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത്, അവൻ സർവത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ഇസ്രായേൽ ജനത്തിനിടയിൽ നിന്നുമാണ് ക്രിസ്തു ഉത്ഭവിച്ചതെന്ന് കഴിഞ്ഞ എപ്പിസോഡിലും നമ്മൾക്ക് കർത്താവ് വചനത്താൽ വെളിപ്പെടുത്തി തന്നു. ജഡപ്രകാരം ജനിച്ച എല്ലാ യഹൂദന്മാരും ജനനത്താൽ അബ്രഹാമിന്റെ സന്തതികളാണ്. എന്നാൽ വാഗ്ദത്ത പ്രകാരം ജനിച്ച സത്യയഹൂദന്മാർ അവർ യേശുവിൽ വിശ്വസിക്കുന്ന ആത്മീയ യഹൂദന്മാരായിരിക്കും. ജഡപ്രകാരം ജനിച്ച എല്ലാ മക്കളും അവകാശികളല്ല എന്ന് ഒരിക്കൽ കൂടി വചനത്താൽ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഉദാഹരണത്തിന്, ജഡപ്രകാരം അബ്രഹാമിന് 2 മക്കളുണ്ടായിരുന്നു, ഇസ്ഹാക്കും മറ്റേത് ഇസ്മായിലും. അതിൽ ഇസ്ഹാക്കിന് മാത്രമാണ് അവകാശം ലഭിച്ചത്. ഇസ്ഹാക്കിൻ്റെ സന്തതികളാണ് യഹൂദന്മാർ. ജഡത്തിൻ്റെ മക്കളല്ല,
വിശ്വാസത്തിൻ്റെ മക്കളാണ് സത്യ യഹൂദന്മാർ എന്ന് ഒരിക്കൽ കൂടി വചനത്തിൽ കൂടി നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അബ്രഹാമിൻ്റെ ദൈവവാഗ്ദാനങ്ങളിലുള്ള വിശ്വാസ നിമിത്തമാണ് ദൈവം അബ്രഹാമിനും സാറയ്ക്കും ഒരു മകനെ നൽകിയതെന്ന് വചനം വായിക്കുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാകുന്നു. സ്വാഭാവിക ജനനം മൂലമല്ല ദൈവം യഥാർത്ഥ അവകാശികളെ തിരഞ്ഞെടുക്കുന്നതെന്ന് ഒരു ഉദാഹരണം കൂടി യഹൂദ രീതി അനുസരിച്ച് ഇരട്ടകളിൽ മൂത്തവനായ ഏശാവാണ് കുടുംബത്തിലെ അവകാശിയാകേണ്ടത്. യഹൂദ നിയമം രീതി അനുസരിച്ച് മൂത്ത മകനാണ് കുടുംബത്തിന് അവകാശിയായി തീരേണ്ടത്. എന്നാൽ ദൈവം യാക്കോബിന് ആണ് അവകാശം നൽകിയെന്ന് വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇവിടെയും നമ്മൾക്ക് വെളിപ്പെടുത്തി തരുന്നത് ജനനം മൂലവും പ്രവൃത്തി മൂലവും നീതീകരിക്കപ്പെടുവാൻ നോക്കുന്ന യഹൂദന്മാരെയല്ല, കർത്താവിൻ്റെ വചനം കേട്ട് അവൻ്റെ പുത്രനായ യേശുവിൽ വിശ്വസിച്ചവരാണ് ആത്മീയ യഹൂദന്മാർ. ആത്മീയ ഇസ്രായേൽ തീർച്ചയായും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജനമാണ്. ആത്മീയ ഇസ്രായേൽ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ജനമാണ്. അതുകൊണ്ട് ക്രിസ്തു തന്നെയും യഹൂദ പിതാക്കന്മാരിൽ നിന്നാണ്, യഹൂദ ഗോത്രത്തിൽ നിന്നാണ് ജനിച്ചത്. യഹൂദിയായിൽ പിറന്ന ഈ ശിശു സകല ജാതികളെയും ഭരിക്കുവാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ സാത്താൻ വളരെ കോപിച്ചിട്ട് സർവ്വലോകവും തൻ്റേതാണെന്ന് മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 8 മുതൽ പറയുന്നു. ഈ ലോകം മുഴുവനും വിട്ടുതരുന്നതിന് എന്നെ ആരാധിച്ചാൽ മതിയെന്ന് സാത്താൻ യേശുവിനോട് പറയുന്നുണ്ട്. അതുകൊണ്ട് ശിശുവിനെ കൊല്ലുവാൻ സാത്താൻ പലതവണ ശ്രമിക്കുന്നതായും കർത്താവായ യേശുവിനെ കൊല്ലുവാൻ സാത്താൻ ശ്രമിച്ച കാര്യം നമുക്കെല്ലാവർക്കും അറിവുള്ളതാണ്. ഗെത്സമന തോട്ടത്തിൽ പോലും യേശുവിനെ കൊല്ലുവാൻ സാത്താൻ ശ്രമിച്ചതാണ്. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 41-42 വാക്യങ്ങളിൽ നമുക്ക് മനസ്സിലാകും. പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ അവന് പ്രത്യക്ഷനായി. സാത്താൻ യേശുവിനെ കൊല്ലുവാൻ ശ്രമിച്ചത് എന്തിനാണ്? ഗെത്സമന തോട്ടത്തിൽ വെച്ച് തന്നെ സാത്താൻ കൊല്ലുവാൻ ശ്രമിച്ചു. പ്രവചനം നിവൃത്തിയാകണമെങ്കിൽ യേശു കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി പാപപരിഹാരമായി തീരണമായിരുന്നു.
അതുകൊണ്ടാണ് ഗെത്സമന തോട്ടത്തിൽ വെച്ച് യേശുവിനെ കൊല്ലുവാൻ സാത്താൻ ശ്രമിച്ചത്. എന്നാൽ പ്രവചനത്തിന് വള്ളിക്കും പുള്ളിക്കും ഒരിക്കലും മാറ്റം ഉണ്ടാകുകയില്ല. കാൽവറിയിൽ ക്രൂശിതനായ കർത്താവ് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തതിനാൽ സാത്താന്റെ പദ്ധതികളെല്ലാം പരാജയപ്പെട്ടതായി നമുക്ക് മനസ്സിലാവും. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 51-ാം വാക്യത്തിൽ അവൻ അവരെ അനുഗ്രഹിക്കിയാൽ അവൻ അവരെ വിട്ടുപിരിഞ്ഞ് സ്വർഗാരോഹണം ചെയ്തു. ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർക്കപ്പെട്ട് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 6-ാം വാക്യം, സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. അവിടെ അവളെ 1260 ദിവസം പോറ്റേണ്ടതിന് ദൈവം ഒരുക്കിയൊരു സ്ഥലം അവൾക്കുണ്ട്. സ്ത്രീയുടെ സന്തതിയായ ക്രിസ്തു സാത്താന്റെ തല തകർക്കുമെന്നുള്ള പ്രവചനം ഉൽപ്പത്തി പുസ്തകം 3:15 ഇതറിയാമായിരുന്ന സാത്താൻ ക്രിസ്തുവിനെ നശിപ്പിക്കുവാൻ ജനനം മുതൽ തന്നെ ശ്രമിക്കുകയും അതിന് കഴിയാതെ തോറ്റുപോവുകയും ചെയ്തതായിട്ട് നമുക്കറിയാം. അതിനാൽ ഇപ്പോൾ സാത്താൻ സ്ത്രീയാകുന്ന ഇസ്രായേലിനെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്നതായി യോഹന്നാൻ കാണുകയാണ്. എന്നാൽ ഈ കൃപായുഗം വലിയ പ്രശ്നമില്ലാതെ കടന്നുപോയെങ്കിലും മഹാപീഡനകാലത്ത് വിശ്വസ്തരായ ഇസ്രായേൽ മക്കളെ പീഡിപ്പിക്കുവാൻ സാത്താൻ ശ്രമിക്കും. മഹോപദ്രവ കാലത്ത് വിശ്വസ്തരായ ഇസ്രായേൽ ജനം ക്രിസ്തുവിന്റെ മതത്തെ എതിർക്കും. ആവർത്തന പുസ്തകം 4-ാം അധ്യായം 30-ാം വാക്യം 30-31, നീ ക്ലേശത്തിലാകുകയും ഇവയൊക്കെയും നിന്റെ മേൽ വരികയും ചെയ്യുമ്പോൾ നീ ഭാവി കാലത്ത് നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് തിരിഞ്ഞ് അവൻ്റെ വാക്കനുസരിക്കും. നിന്റെ ദൈവമായ യഹോവ കരുണയുള്ള ദൈവമല്ലോ, അവൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല, നശിപ്പിക്കുകയുമില്ല. നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്തിട്ടുള്ള തൻ്റെ നിയമം മറക്കുകയുമില്ല. ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ സംഭവിക്കാൻ പോകുന്ന പ്രവചനങ്ങളാണ് ആവർത്തന പുസ്തകം 4:30-31 വാക്യങ്ങളൊക്കെ കാണിച്ചിരിക്കുന്നത്. ഭാവി കാലത്ത് വലിയ ക്ലേശവും പീഡയും ഉണ്ടാകുമ്പോൾ ഇസ്രായേൽ ജനം തിരുവെഴുത്തുകളെ സത്യസന്ധമായി അന്വേഷിക്കുകയും യേശുക്രിസ്തു മശിഹായാകുന്നു എന്ന യാഥാർത്ഥ്യം അവർ ഗ്രഹിക്കുകയും മഹോപദ്രവ കാലത്ത് വിശ്വസ്തരായ ഇസ്രായേൽ ജനം ക്രിസ്തുവിന്റെ മതത്തെ എതിർക്കുകയും ചെയ്യുമെന്ന് ആവർത്തന പുസ്തകം 4:30-31 നമ്മൾ വായിച്ചു കേൾക്കുക. ഇതേ പ്രവചനം തന്നെ സഖറിയാവ് 13:9 നമ്മൾ വായിച്ചു കേൾക്കുന്നു. 1/3 ഞാൻ തീയിൽ കൂടി കടത്തി വെള്ളി ഊതിക്കഴിക്കുന്നത് പോലെ അവരെ ഊതിക്കഴിക്കും. പൊന്ന് ശോധന കഴിക്കുന്നത് പോലെ അവരെ ശോധന കഴിക്കും. അവർ എൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുകയും ഞാൻ അവർക്ക് ഉത്തരമരുളുകയും ചെയ്യും. അവർ എൻ്റെ ജനമെന്ന് ഞാൻ പറയും.
യഹോവ എൻ്റെ ദൈവം എന്ന് അവരും പറയും. മഹോദ്രവ കാലത്ത് യെരൂശലേമിനെതിരെ ജാതീയ രാജ്യങ്ങൾ എഴുന്നേൽക്കുകയും ഈ പട്ടണത്തെ കഷ്ടപ്പെടുത്തി വലിയ ഘട്ടത്തിലാക്കുകയും ചെയ്യും എന്ന് സഖരിയ പ്രവാചകൻ 13:9 എഴുതി വച്ചിരിക്കുന്നു. എന്നാൽ യഹൂദന്മാർ കർത്താവായ യേശുവിനെ അംഗീകരിച്ച് അവങ്കിലേക്ക് നോക്കി കരയുകയും വിലപിക്കുകയും ചെയ്യുമെന്ന് സഖരിയ 13:9 വായിക്കുകയാണ്. സഖരിയ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം 10-ാം വാക്യം വായിക്കുമ്പോൾ ഏകജാതനെക്കുറിച്ച് വിലപിക്കുന്നത് പോലെ അവർ അവനെക്കുറിച്ച് വിലപിക്കും. ആദിജാതനെക്കുറിച്ച് വ്യസനിക്കുന്നത് പോലെ അവർ അവനെക്കുറിച്ച് വ്യസനിക്കും. കർത്താവായ യേശുവിനെ തള്ളിക്കളഞ്ഞതുകൊണ്ട് മഹോപദ്രവ കാലത്ത് ജനത്തിൽ 2/3 ഭാഗം മരിക്കും. അവിശ്വാസികളായ യഹൂദന്മാർ 2/3 ഭാഗം കൊല്ലപ്പെടും. 1/3 ഭാഗം മാത്രമേ ശേഷിക്കുകയുള്ളൂ. സഖരിയ 13:9 എഴുതി വച്ചിരിക്കുകയാണ്. ഈ ജനം, ശേഷിക്കുന്ന ഈ ജനമാണ് തങ്ങൾ കുത്തിയിട്ടുള്ളവെങ്കിലേക്ക് നോക്കുന്നവർ. സഖരിയ 12:10 വചനം. ശത്രുക്കളിൽ നിന്നുള്ള പരാജയ ഭീതി നിമിത്തം ദൈവത്തോട് യഹൂദ ജനം സഹായത്തിനായി നിലവിളിക്കും. അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുവാനായി ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ അവരുടെ മേൽ പകരും. അപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ ഉള്ളിൽ വരുമ്പോൾ മശിഹായായ യേശുവിൻ്റെ വിലാപ്പുറവും കുത്തിത്തുളച്ച് അവൻ്റെ മരണത്തിന് തങ്ങൾ കുറ്റക്കാരാണെന്ന് ജനം മനസ്സിലാക്കുകയും ചെയ്യും. ഏകജാതനെ കുറിച്ച് വിലപിക്കുന്ന പോലെ അവർ അവരെക്കുറിച്ച് വിലപിക്കും. ആദിജാതനെ കുറിച്ച് വ്യസനിക്കുന്നത് പോലെ അവർ അവനെക്കുറിച്ച് വ്യസനിക്കും. പരിശുദ്ധാത്മാവ് അവരുടെ ഉള്ളിലേക്ക് വരുമ്പോഴാണ് അവർ യഥാർത്ഥ സത്യം മനസ്സിലാകുന്നത്. യോഹന്നാന്റെ സുവിശേഷം 19:34 എങ്കിലും പടയാളികൾ ഒരുത്തൻ കുന്തം കൊണ്ട് അവന്റെ വിലാപ്പുറത്ത് കുത്തി, ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു. ഇത് കണ്ടവർ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു, അവന്റെ സാക്ഷ്യം സത്യമാകും. റോമൻ പടയാളികളിൽ ഒരാൾ യേശുവിന്റെ വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തി യേശു യഥാർത്ഥമായി മരിച്ചുവെന്ന് ഉറപ്പുവരുത്തുവാൻ ആണ് ആ പടയാളികൾ അങ്ങനെ ചെയ്തത്. അപ്പോൾ ആ മുറിപ്പാടിൽ നിന്ന് വെള്ളവും രക്തവും പുറപ്പെട്ടു. അപ്പോസ്തലനായ യോഹന്നാൻ അവന്റെ സാക്ഷ്യം സത്യമാവുന്നുവെന്ന് എഴുതിയിരിക്കുന്നു. അവന്റെ ഭരണത്തിന് തങ്ങൾ കുറ്റക്കാരാണ്. അവന്റെ മരണം, എൻ്റെ യേശു കർത്താവിൻ്റെ മരണത്തിന് ഞങ്ങൾ കുറ്റക്കാരാണെന്ന് പരിശുദ്ധാത്മാവ് അവരുടെ ഉള്ളിൽ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും അവർ മാനസാന്തരപ്പെട്ട് ശേഷിക്കുന്ന യഹൂദന്മാർ നിലവിളിക്കും. അവരുടെ വിലാപം കഠിനമായിരിക്കും. ഓരോ കുടുംബവും വിലപിക്കും. തങ്ങൾ കുത്തിയ മശിഹായെങ്കിലേക്ക് നോക്കി ജനം വിലപിക്കും എന്ന് സഖരിയാവ് 12:10 എഴുതി വച്ചിരിക്കുകയാണ്. യേശുവിനോട്
ഞങ്ങളുടെ പൂർവികന്മാർ വളരെ ക്രൂരമായി പെരുമാറിയത് ഓർത്ത് ഓരോ വ്യക്തിയും തങ്ങളുടെ പാപനിമിത്തം അനുതപിച്ച് നിലവിളിക്കും. അപ്പോൾ ഇസ്രായേലിൻ്റെ ശത്രുക്കളെ എൻ്റെ കർത്താവ് തോൽപ്പിക്കും. പ്രിയരെ, മഹോപദ്രവത്തിൻ്റെ ഒടുവിലത്തെ 3.5 വർഷം കർത്താവിൻ്റെ സഹായം ഇസ്രായേലിന് ലഭിക്കുന്നതായാണ് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നത്. ദൈവം 3.5 വർഷം ഇസ്രായേലിനെ നശിച്ചു പോവാതെ സംരക്ഷിക്കുന്നതിനെയാണ് അവർക്കായി ഒരു സ്ഥലം ഒരുക്കിയെന്ന് പറയുന്നത്. 1260 ദിവസത്തെ പീഡനകാലം മുഴുവനും സുരക്ഷിതമായി ഇരിക്കുന്നതിനുള്ള അവസരം കർത്താവ് അവർക്ക് കൊടുത്തു. ഇവിടെ മരുഭൂമി എന്ന് പറയുന്നത് ഈ ലോകത്തെയും ജാതികളുടെ ദേശത്തെയും കാണിക്കുന്നുവെന്ന് മനസ്സിലാക്കുക. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 7 മുതൽ 10 വരെ. പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. മീകായേലും അവൻ്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി. തൻ്റെ ദൂതന്മാരുമായി മഹാസർപ്പവും പടവെട്ടി. ജയിച്ചില്ല താനും. സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടതുമില്ല. ഭൂതലത്തെ മുഴുവനും തെറ്റിച്ചു കളയുന്ന പിശാചു സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. അവൻ്റെ ദൂതന്മാരെയും അവനോടുകൂടി തള്ളിക്കളഞ്ഞു. ഇവിടെ സ്വർഗം എന്ന് പറഞ്ഞിരിക്കുന്നത് ആകാശമെന്നാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം 12-ാം വാക്യത്തിൽ അരുണോദയ പുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു? ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു? എഫേസ്യർക്കെഴുതിയ ലേഖനം 6:12 നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. ഇവിടെയും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയും എന്ന് പറയുക. ഇത് ആകാശത്ത് നിന്ന് വീണതായി യെശയ്യാവ് 14:12 നമുക്ക് മനസ്സിലാക്കി തന്നു. മഹോപദ്രവത്തിൽ ഭൂമിയിൽ ആത്മീയ പോരാട്ടം നടക്കുന്നതിന് പുറമെ സ്വർഗത്തിൽ സാത്താനും അവൻ്റെ ദൂതന്മാരും സ്വർഗത്തിലെ പ്രധാന ദൂതനായ മീകായേലും തമ്മിൽ യുദ്ധം നടക്കും. ഈ യുദ്ധത്തിൽ സാത്താനെയും അവൻ്റെ ദൂതന്മാരെയും മീകായേൽ ദൂതൻ തോൽപ്പിച്ച് ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞതായി യോഹന്നാൻ കാണുകയാണ്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം 1 മുതൽ 3 വരെ വായിക്കുമ്പോൾ, ആ കാലത്ത് നിന്റെ സ്വജാതിക്കാർക്ക് തുണ നിൽക്കുന്ന മഹാപ്രഭുവായ മീഖായേൽ എഴുന്നേൽക്കും. ഒരു ജാതി ഉണ്ടായതു മുതൽ ഈ കാലം വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടകാലമുണ്ടാകും. അന്ന് നിന്റെ ജനം പുസ്തകത്തിൽ എഴുതി കാണുന്ന ഏവനും തന്നെ രക്ഷ പ്രാപിക്കും. നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും, ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും
നിത്യനിന്ദയ്ക്കുമായി ഉണരും. എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിൻ്റെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെപ്പോലെയും എന്നും എന്നേക്കും പ്രകാശിക്കും. ഇവിടെ ഒരു വലിയ കഷ്ടകാലം ഉണ്ടാകാൻ പോകുന്നു. എന്നാൽ സ്വജാതിക്കാർക്ക് തുണ നിൽക്കുന്ന മഹാപ്രഭുവായ മീഖായേൽ ഇസ്രായേലിനെ സഹായിക്കുന്നതായി പറയുന്നു. ഒരു വലിയ കഷ്ടകാലം ഉണ്ടാകാൻ പോകുന്നു എന്ന് ദാനിയേൽ പ്രവാചകന് വെളിപ്പാട് ലഭിച്ചിരിക്കുക. ഇത് മഹാപീഡനകാലത്തെ കുറിക്കുകയാണെന്ന് 1-ാം വാക്യം വായിക്കുമ്പോൾ മനസ്സിലാവും. എന്നാൽ ദൈവജനം വിടുതൽ പ്രാപിക്കുമെന്നും വചനത്തിൽ വ്യക്തമായി വെളിപ്പെടുത്തി തരുന്നു. ക്രിസ്തുവിൻ്റെ 2-ാം വരവിന് മുമ്പുള്ള 3.5 വർഷത്തെ മഹോദരത്തെക്കുറിച്ചാണ് 1-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തുവിനോടുകൂടെ സഹസ്രാബ്ദ വാഴ്ചയിൽ പ്രവേശിക്കുന്നതിനായി ചിലർ ഉയർത്തെഴുന്നേൽക്കപ്പെടും. എന്നാൽ മരിച്ച ദുഷ്ടന്മാർ സഹസ്രാബ്ദ വാഴ്ച ഒടുവിലാണ് ഉയർത്തെഴുന്നേൽക്കപ്പെടുന്നത്. കർത്താവിനെ അനുസരിക്കുകയും പലരെയും വിശ്വാസത്തിലേക്ക് നീതിയിലേക്കും നടത്തുകയും ചെയ്യുന്നവർ നിത്യ തേജസ്സാൽ ഉജ്ജ്വലമായി പ്രകാശിക്കപ്പെടുമെന്ന് ദാനിയേൽ പ്രവാചകനും അറിയിക്കുകയാണ്. എൻ്റെ പ്രിയരെ, എൻ്റെ കർത്താവ് വരുവാൻ സമയമെടുത്തിരിക്കുന്നു. ഒത്തിരി ഒരുക്കമുള്ളവരായി കൂടുതൽ ജീവിത വിശുദ്ധി പ്രാപിച്ച് തൻ്റെ ദാസനായി യോബിനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും നീതിമാനും ദോഷം വിട്ടകലുന്നവനുമായി ജീവിക്കുവാൻ ശ്രമിക്കുക. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കും.